ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്നാ ഉണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ആർട്ടിക്കിൾസിനെ പറ്റിയാണ്, എ ആൻഡ് ദി. ഓക്കെ, അപ്പോൾ നൗൺസിന് മുമ്പ് അവയുടെ അഡ്ജക്റ്റീവ്സ് ആയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൽ എയും ആനും നമ്മൾ എന്താണ് പറയുന്നത്? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദീനെ നമ്മൾ എന്താ പറയുന്നത്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നുമായിരിക്കും പറയുന്നത്. ഓക്കെ, ദീനെ നമ്മളിവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം വോവൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വോവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ആൻ യൂസ് ചെയ്യുന്നത് ബിഫോർ വേർഡ്സ് ദാറ്റ് ബിഗിൻസ് വിത്ത് വോവൽ സൗണ്ട് ആണ്. ഓക്കെ, നോട്ട് എ വോവൽ ലെറ്റർ. വോവൽ സൗണ്ടിന് മുമ്പാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്? ആൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആൻ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പാണ്, വോവൽ സൗണ്ട്സിന് മുമ്പായിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എക്സാമ്പിളായിട്ട് പറയാം? ആൻ ആപ്പിൾ അല്ലേ? ആൻ ആപ്പിൾ. ആൻ എയ്റോപ്ലെയിൻ. ആൻ എഗ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് എന്ത് പറയാം? ആൻ ഓറഞ്ച്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വോവൽസിന് മുമ്പ്, വോവൽ സൗണ്ട്സിന് മുമ്പ് നമ്മൾ ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഏത് ആർട്ടിക്കിളാണ്? ആനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചില സൈലൻറ്റ് കൺസോണൻസിന് മുമ്പിൽ, ഓക്കെ, അപ്പം എ, ഇ, ഐ, ഒ, യു വെച്ചിട്ട് ബാക്കിയെല്ലാം എന്താണ്? കൺസോണൻറ്റ് സൗണ്ട്സ് ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ചില സൈലൻറ്റ് കൺസോണൻസിന് മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ആൻ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ എച്ച് സൈലൻ്റ് ആയിട്ട് വരുന്ന ചില വേർഡ്സ് ഉണ്ട്. ഓക്കെ, അതിന് മുമ്പിൽ നമ്മൾ എന്താണ്? എക്ക് പകരം എന്താണ് യൂസ് ചെയ്തത്? ആനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇത് നമുക്ക് പറയാം ആൻ അവർ. ഓക്കെ, ആൻ അവർ. പിന്നെന്താണ്? ആൻ ഓണർ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ആൻ അവർ, ആൻ ഓണർ. ഓക്കെ, അപ്പം ഇത് സെക്കൻഡ് ലെറ്ററിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? വോവൽ സൗണ്ട് ആണ്. സോ നമ്മളിവിടെ എന്ത് യൂസ് ചെയ്തു? ആൻ യൂസ് ചെയ്തു. ഇവിടെ എച്ച് സൈലൻ്റ് ആണ്. സെക്കൻഡ് ലെറ്ററിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് വോവൽ സൗണ്ട് ആയതുകൊണ്ട് നമ്മളിവിടെ എക്ക് പകരം എന്ത് യൂസ് ചെയ്തു? ആൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ എ എവിടെയാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു എ എവിടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കൺസോണൻസിന് മുമ്പിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്? എ യൂസ് ചെയ്യുന്നത്. അപ്പം എ, ഇ, ഐ, ഒ, യു ബാക്കി ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം എന്താണ്? കൺസോണൻറ്റ് സൗണ്ട്സ് ആണ് വരുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ത് പറയാം? എ ഹോഴ്സ്, പിന്നെ എ ഹുക്ക് അല്ലേ? എ ക്യാറ്റ്, എ മാംഗോ, എ പെൻ. ഇതെല്ലാം എന്താണ്? കൺസോണൻറ്റ് സൗണ്ട്സ് ആണ്. സോ അതിനു മുമ്പ് നമ്മൾ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്? എ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, അപ്പം നമ്മൾ പറയുന്നത് ഇനിയും വേർഡ്സ് സ്റ്റാർട്ട് ചെയ്തൊരു വവൽ ലെറ്ററിലാണെങ്കിൽ കൂടി അതിൻ്റെ സൗണ്ട് വരുന്നത് എന്തായിരിക്കും? കൺസോണൻറ്റ് സൗണ്ട് വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ആനിന് പകരം എ ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എ യൂണിവേഴ്സിറ്റി, എ വൺ ടൈം ഡേ. ഇവിടെ യുവിൻ്റെ സൗണ്ട് എങ്ങനെയാണ്? ഇ സൗണ്ടാണ് വരുന്നിരിക്കുന്നത് അല്ലേ? യുവിൻ്റെ സൗണ്ട് വൈ സൗണ്ടാണ് വരുന്നിരിക്കുന്നത് അല്ലേ? അപ്പം എന്താണ്? നമ്മൾ ആ കേസസിൽ എന്താണ്? എ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വൺ ടൈം ഡീൽ, അപ്പം സൗണ്ടാണ് ഇവിടെ വരുന്നത് അല്ലേ? അതുകൊണ്ടാണ് നമ്മളിവിടെ ആനിൻ്റെ പകരം എ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇനി പഠിക്കാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ചാണ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഏതാണ്? ദി ആണ് അല്ലേ? അപ്പോൾ നമുക്കിതിനെ ദി എന്നും ദ എന്നും പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിത് എവിടെയൊക്കെയാണ് ദി യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ദിസിൻ്റെ കൂടെ, ദാറ്റിൻ്റെ കൂടെ, ദീസിൻ്റെ കൂടെ, ദോസിൻ്റെ കൂടെയൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ദി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ദിസും ദാറ്റും നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്തിരിക്കുന്നത്? വി യൂസ് ദിസ് ഫോർ എ തിങ് നിയർ അസ്, ഓക്കെ, ആൻഡ് ദാറ്റ് ഫോർ എ തിങ് ഫാർ ഫ്രം അസ്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇവിടെ എക്സും വൈയും ഇരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇത് എക്സ്, ഇത് വൈ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ എന്ന് പറയുന്നത് ദിസ് ഈസ് എക്സ്, ദാറ്റ് ഈസ് വൈ. അങ്ങനെ ആയിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ദീസും ദോസും എവിടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? വി യൂസ് ദീസ് ഫോർ തിങ്സ് നിയർ അസ് ആൻഡ് ദോസ് ഫോർ തിങ്സ് ഫാർ ഫ്രം അസ്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ദീസ് ആർ ആപ്പിൾസ്, ദോസ് ആർ ഓറഞ്ചസ്. അപ്പം ഇവിടെ ആപ്പിൾ ഇരിക്കുകയാണ്, ദെൻ ഇവിടെ ഓറഞ്ച് ഇരിക്കുകയാണെന്ന് വിചാരിച്ചോളാം. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ ഒരാൾ നിൽക്കുവാണെങ്കിൽ നമ്മളെങ്ങനെ പറയും? ദീസ് ആർ ആപ്പിൾസ്, എന്താണ്? ദോസ് ആർ, ഒത്തിരി ഓറഞ്ചസ് ഉണ്ട് അവിടെ കേട്ടോ.
ദോസ് ആർ ഓറഞ്ചസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. മനസ്സിലായി? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ദിസിൻ്റെ കൂടെയും ദാറ്റിൻ്റെ കൂടെയും ദീസിൻ്റെ കൂടെയും ദോസിൻ്റെ കൂടെയും ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ദി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എക്സാമ്പിൾ നമ്മൾ പറയാം, ദിസ് ഈസ് ദ ബെസ്റ്റ് നോവൽ ഐ ഹാവ് എവർ റീഡ്. അപ്പോൾ അവിടെ നമ്മൾ ദി യൂസ് ചെയ്തു അല്ലേ. ദെൻ പ്ലീസ് ടേക്ക് ദീസ് ലെറ്റേഴ്സ് ടു ദി പോസ്റ്റ് ഓഫീസ്. ഓക്കെ, അപ്പോൾ ആ കേസസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ദി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ദി യൂസ് ചെയ്യാറുണ്ട് എന്തിനാണ് മുമ്പാണെന്ന് അറിയാം, ബിഫോർ സം നൗൺസ് ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ സംതിങ് യൂണിക്. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ദ എർത്ത് ഈസ് റൗണ്ട് അല്ലേ, അല്ലെങ്കിൽ ദ സൺ ഗീവ്സ് അസ് ലൈറ്റ്, അല്ലെങ്കിൽ ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഒന്നിനോടും താരതമ്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ദി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സീയുടെ, കനാൽ, അതിൻ്റെയൊക്കെ പേര് പറയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ദി യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ദ റെഡ് സീ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ദി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ആർട്ടിക്കിൾസിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.